ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ BJP പ്രതിക്കൂട്ടിലാക്കാൻ CPM ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പാളിപ്പോയി. ഇപ്പോൾ അച്ഛന്മാരുൾപ്പെടെ BJP ആസ്ഥാനത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരരെയൊക്കെ കാണുകയും നന്ദി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കത്തോലിക്ക സമൂഹത്തെ കൂടെ നിർത്താനുള്ള CPM ശ്രമങ്ങൾ ഇപ്പോൾ പാളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴും ഈ കോൺഗ്രസ്സിന് ഭരണം ലഭിക്കുന്നപ്പോഴും മധ്യ കേരളത്തിലെ ഒരു UDF മുന്നേറ്റം കൊണ്ട് തന്നെയാണ്. BJPക്കെതിരായി തിരിക്കുക എന്നുള്ളത് എത്രയോ കാലങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണികൾ നിരന്തരമായി പരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. ഏതെങ്കിലും തരത്തിൽ BJPക്കെതിരായി ഉപയോഗിക്കാൻ കഴിയുന്ന ആ തരത്തിലുള്ള ഒരു വിഷയം എടുത്ത് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അത് വലിയ തരത്തിൽ ഒരു വിരോധത്തിൻ്റെ ഭാഗത്തേക്ക്, അതല്ലെങ്കിൽ BJP വിരോധത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പൊതുവായി സ്വീകരിക്കുന്നൊരു നയമാണ്. അതിൽ അവരുടെ രാഷ്ട്രീയ നയം അങ്ങനെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. BJP അവിടെ എന്തോ ഒരു വലിയ തെറ്റ് കാണിച്ചിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് പ്രചരണം നടക്കുന്നത്. ഒരു പരാതി ഉണ്ടായാൽ FIR എടുക്കുക, പരാതി ഉണ്ടായാൽ അതിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യമാണ്. അപ്പുറത്തേക്കുള്ളൊരു കാര്യം അവിടെ ഒരു പോലീസോ ഒരു സർക്കാരോ ചെയ്തിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.